ക്യുബക്കിലെ മാന്ത്രിക ദ്വീപ്. സൗദിയിൽ നിന്ന് അവധിക്ക് നാട്ടിലെത്തിയപ്പോൾ ഞാനും മഞ്ജുമാമയും പട്ടാമ്പിയിൽ നിന്ന് ഷൊർണൂരിലേക്ക് തീവണ്ടിയിൽ പോയി. ഞാൻ അന്ന് 1-ാം ക്ലാസ്സിലാണ്. മഞ്ജുമാമ എന്റെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്നുട്ടോ. തീവണ്ടി വരുന്നതും നീണ്ടു പോണ പാളങ്ങളും ടിക്കറ്റ് വാങ്ങുന്ന സ്ഥലവും സ്റ്റേഷൻ മാസ്റ്ററുടെ മുറിയും തീവണ്ടി വരുന്നുണ്ടേന്ന് നിം നിം ശബ്ദത്തിൽ അടിച്ച് അറിയിക്കുന്നതുമൊക്കെ ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഷൊർണൂരിൽ നിന്ന് തിരിച്ച് ഞങ്ങൾ ബസ്സിലാണ് വന്നത്. ഉമ്മ പഠിച്ച സ്കൂളും മഞ്ജുമാമ കാണിച്ചു തന്നു. ചക്കരയോട് ഞാനിത് പറഞ്ഞാൽ അവന് സങ്കടാവും. എന്നിട്ട് ഉമ്മാനോട് പിണങ്ങും. അന്ന് ചക്കര ബേബിയല്ലേ, അവനെ എങ്ങനെയാണ് മഞ്ജുമാമ കൈപിടിച്ച് നടത്തിക്കൊണ്ടു പോവുക? നാട്ടിലെ തീവണ്ടി യാത്ര എനിക്ക് ഓർമ്മ വരുന്നത് ക്യുബക്കിലേക്ക് പോകുമ്പോഴാണ്. കാറിൽ ഇരിക്കുമ്പോൾ കാണാം റോഡിനരികിലെ കൃഷിയിടങ്ങൾക്ക് നടുവിലൂടൊരു ഒറ്റവരി തീവണ്ടിപ്പാത നീണ്ടുപോകുന്നത്. ക്യുബക് വേറൊരു പ്രൊവിൻസാണ്. മിസിസാഗയിൽ നിന്ന് 5-6 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. ഫ്രഞ്ച് ഭാഷയ്ക്ക് പ്രാധാന്യം ഏറെയുള്ള പ്രൊവിൻസാണ്. ഫ്രഞ്ച് പഠിക്കുന്നത് കൊണ്ട് ചക്കരയ്ക്ക് വലിയ ഗമയാണ് ക്യുബക്കിലെത്തിയാൽ. വഴിയിലെ ബോർഡുകൾ വായിച്ചിട്ട് ഇതൊന്നും അറിയില്ലേ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത്. ക്യുബക്കിലേക്ക് പോകുമ്പോൾ ഓട്ടോവയിൽ എത്തിയാലാണ് ഉച്ചഭക്ഷണം കഴിക്കുക. ഉമ്മ എല്ലാവർക്കുമുള്ള പൊതിച്ചോർ കരുതിയിട്ടുണ്ടാകും. നാട്ടിലെ പോലെ വാഴയിലയിലല്ല, അലുമിനിയം ഫോയിലിലാണ് ഉമ്മാന്റെ പൊതിച്ചോർ കെട്ടൽ. പപ്പടവും അച്ചാറും ഇറച്ചി പൊരിച്ചതും ചോറിനൊപ്പം ഉണ്ടാവും. ചോറൊക്കെ കഴിച്ച് കുറച്ചു നേരം വിശ്രമിച്ചിട്ടാണ് വീണ്ടും യാത്ര. ഒരിക്കൽ ഞങ്ങൾ താമസിച്ചത് പഴയ ക്യുബക് നഗരത്തിലാണ്. വൃത്തിയുള്ള ഇടുങ്ങിയ വഴികളാണ് അവിടെ. റോഡിൽ അധികം വാഹനങ്ങളൊന്നുമില്ല. കാൽനട യാത്രക്കാരാണ് അധികവും. കുതിരവണ്ടിയിൽ നഗരം ചുറ്റുന്നവരെയും കാണാം. താമസിക്കുന്ന ഹോട്ടലിന് മുന്നിൽ വണ്ടി നിർത്തിയിടാൻ പറ്റില്ല. ഞങ്ങൾ സാധനങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറക്കി വെച്ചപ്പോൾ ഹോട്ടലിലെ ജോലിക്കാരിൽ ഒരാൾ വന്ന് കാറിന്റെ താക്കോൽ വാങ്ങിക്കൊണ്ടുപോയി. വേറെ ഏതോ സ്ഥലത്ത് പാർക്ക് ചെയ്യാനാവും. ഇനി തിരികെ പോകുമ്പോഴേ വണ്ടി കിട്ടൂ. ക്യുബക്കിലൂടെ നടക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടാ. വാഹനങ്ങളെ പേടിക്കാതെ ചക്കരയ്ക്ക് തുള്ളി നടക്കാം. എനിക്കും ഉമ്മാക്കും അവന്റെ പിന്നാലെ പായണ്ട. പഴമയുടെ ഭംഗിയും പുതിയ സൗകര്യങ്ങളും ഒത്തുചേരുന്ന നഗരമാണ് ക്യുബക്. 17-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ നിന്ന് വന്ന സാമുവൽ ഡെ ചാംപ്ലെയിനാൽ സ്ഥാപിക്കപ്പെട്ടതാണ് ക്യുബക്. 2 കപ്പലിൽ സെന്റ് ലോറൻസ് നദിയിലൂടെയാണ് ചാംപ്ലെയിൻ ക്യുബക്കിലെത്തിയത്. പിന്നെ കൂടുതൽ ഫ്രഞ്ചുകാർ ഇവിടെ എത്തിയിട്ടുമുണ്ടാകും. ക്യുബക്കിന് ഫ്രാൻസിനേക്കാളും 3 ഇരട്ടി വലിപ്പമുണ്ടത്രേ. ഒൻറ്റാരിയോ കഴിഞ്ഞാൽ ഏറ്റവും അധികം ജനങ്ങൾ താമസിക്കുന്നത് ക്യുബക് പ്രൊവിൻസിലാണ്. നോട്ടർ ഡാം ബസലിക്ക പള്ളിയുള്ള മോൺട്രിയലാണ് പ്രധാന നഗരം. ഇവിടെ പണ്ടത്തെ ഗോഥിക് വാസ്തുശില്പകല പുനർജനിപ്പിച്ചിരിക്കുക. പള്ളിയുടെ ഉള്ളിൽ കണ്ണഞ്ചിപ്പിക്കുന്ന നിറങ്ങളാണ്. സ്വർണവും വെള്ളിയും നീലയും ചുവപ്പും നിറങ്ങൾ ചാലിച്ച് കണ്ണാടികളിൽ വരഞ്ഞ ചിത്രങ്ങളുണ്ട് ചുമരുകളിൽ. ഉയർന്ന മച്ചിലെ നീല നിറത്തിൽ സ്വർണ നക്ഷത്രങ്ങൾ മിന്നുന്നത് കാണാൻ നല്ല ശേലാണ്. ക്യുബക് പ്രൊവിൻസിൽ ഇംഗ്ലീഷ് അല്ല, ഫ്രഞ്ചാണ് പ്രധാന സംസാര ഭാഷ. ബോൺജൂർ എന്ന് പറഞ്ഞാൽ വെൽക്കം, മേഴ്സി എന്നാൽ നന്ദി. ഈ 2 വാക്കും കൊണ്ട് ഉമ്മ വഴിയിൽ ആരോടെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞു നിൽക്കുന്നുണ്ടാവും. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇന്നും സൈന്യം കാവൽ നിൽക്കുന്ന കോട്ടയും കൊത്തളങ്ങളും കോട്ടമതിലുകളുമുള്ള വടക്കേ അമേരിക്കയിലെ ഒരേയൊരു സ്ഥലമാണ് ക്യുബക്. ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ച കോട്ടയും മതിലുകളും ഉൾപ്പെടുന്ന മേലെ നഗരത്തേക്കാൾ കാണാൻ രസം തുറമുഖവും പഴയ കെട്ടിടങ്ങളുമുള്ള താഴെ നഗരമാണ്. 30 കൊല്ലം കൊണ്ട് പണിതതാണ് ക്യുബക്കിലെ കോട്ടമതിൽ. യുനെസ്കോയുടെ ലോക ഹെറിറ്റേജ് ലിസ്റ്റിൽ ക്യുബക്കുമുണ്ട്. കോട്ടമതിൽ ചുറ്റി നടക്കുന്നതിനിടയിൽ ചക്കരയെ കാണാനില്ല. നോക്കുമ്പോഴുണ്ട് അവൻ കുറെ സ്കൂൾ കുട്ടികളുടെ കൂടെ നിൽക്കുന്നു. ചിത്രകഥയിലെ മാന്ത്രികരെ പോലെ വസ്ത്രം ധരിച്ച ഗൈഡിനെ കണ്ടപ്പോൾ അവൻ സ്കൂൾ കുട്ടികളുടെ കൂടെ കൂടിയതാണ്. യുദ്ധകഥകൾ ഫ്രഞ്ചിലാണ് അയാൾ പറയുന്നത്.
പക്ഷെ കൈകൊണ്ടുള്ള ചേഷ്ടകളും മുഖത്തെ ഭാവങ്ങളും കണ്ടു നിൽക്കാൻ നല്ല രസമുണ്ട്. കഥ പറച്ചിൽ നിർത്തി മാന്ത്രികൻ കുട്ടികളെയും കൊണ്ട് പോയപ്പോൾ ഞങ്ങൾ ഉമ്മാടെ അടുത്തെത്തി. ഉമ്മയും ഉപ്പയും ലോക നേതാക്കളുടെ പ്രതിമകൾ വെച്ച സ്ഥലത്തായിരുന്നു. അവിടെ മഹാത്മാഗാന്ധിയുടെ പ്രതിമയും ഉണ്ട്. കനത്ത മതിലിനുള്ളിൽ 37 ഏക്കറിൽ പരന്നു കിടക്കുന്ന കോട്ട ഒരു പ്രത്യേക രീതിയിലാണ് പണിതിരിക്കുന്നത്. കൂർത്ത് 4 കോണുകളുണ്ട്. ചിലപ്പോൾ കുറെ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. അതിനെയൊക്കെ തടുക്കാൻ വേണ്ടിയാവും ഇങ്ങനെ ഓരോ സൂത്രങ്ങൾ. ഒരു സ്ഥലത്ത് പീരങ്കികൾ നിരത്തി വെച്ചിട്ടുണ്ട്. എന്ത് കനമാണ് ഇതിനെല്ലാം! ആലോചിക്കുമ്പോൾ തന്നെ പേടിയാവുന്നു. വളരെ സൂക്ഷ്മതയോടെയാണ് അധികാരികൾ ചരിത്രത്തിന്റെ ഈ അവശിഷ്ടങ്ങളൊക്കെ സംരക്ഷിക്കുന്നത്. കോട്ടയും കോട്ടമതിലും കടന്ന് ഞങ്ങൾ തെരുവിലെത്തി. അവിടെ നിറയെ ഭക്ഷണശാലകളാണ്. എന്തൊക്കെയോ മണങ്ങൾ ചേർന്ന് കൊതിപ്പിക്കുന്നൊരു മണമായിരുന്നു ആ തെരുവിന്. കടും നിറത്തിലുള്ള ചായങ്ങളാണ് ഭക്ഷണശാലകളുടെ ചുമരുകൾക്കും മേൽക്കൂരകൾക്കും പൂശിയിരിക്കുന്നത്. സന്ധ്യയ്ക്ക് തെരുവിലെ വിളക്കുകൾ കത്തുമ്പോൾ ഇതിനൊക്കെ വീണ്ടും നിറം കൂടും. തെരുവിലെ ഒരു മരത്തിന് ചുവട്ടിലിരുന്ന് ഒരാൾ ആരെയും ശ്രദ്ധിക്കാതെ ഗിറ്റാർ വായിക്കുന്നു. കുറച്ചുനേരം ഞങ്ങളും അയാളുടെ അടുത്തിരുന്ന് പാട്ട് കേട്ടു. ഭക്ഷണം കഴിക്കാൻ വരുന്നവരുടെ തിരക്ക് കൂടിയപ്പോൾ അവിടുന്ന് പോന്നു. തിരിച്ചു വരുന്ന വഴിക്കാണ് ഒരു വീടിന്റെ ചുമരിലെ പെയിന്റിംഗ് കണ്ടത്. ചിത്രമാണെന്ന് തോന്നൂലാട്ടോ. ചുവർ ചിത്രത്തിലെ ആളുകൾക്ക് ജീവൻ ഉള്ളതുപോലെ തോന്നൂ. അത്രയ്ക്ക് മനോഹരമായി വരച്ചിട്ടുണ്ട്. ക്യുബക്കിലെ മുഴുവൻ സ്ഥലങ്ങളൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. ഇപ്രാവശ്യം മോൺമോറൻസി വെള്ളച്ചാട്ടവും മാന്ത്രിക ദ്വീപും കാണാനെത്തിയതാണ്. മാന്ത്രിക ദ്വീപിലേക്ക് പോകുന്ന വഴിക്കാണ് മോൺമോറൻസി വെള്ളച്ചാട്ടം. നയാഗ്ര ഫാൾസിനേക്കാളും 30 മീറ്റർ അധികം ഉയരമുണ്ടത്രേ മോൺമോറൻസിക്ക്. കേബിൾ കാറും പാലവുമുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ അടുത്തെത്താൻ. നയാഗ്ര കണ്ടിട്ടാവും ഇത് വളരെ ചെറുതായിട്ടാണ് എനിക്ക് തോന്നിയത്. ദ്വീപിൽ നിന്ന് തിരിച്ചു വരുമ്പോഴാണ് മോൺമോറൻസിയുടെ ഭംഗി ആസ്വദിക്കാൻ കഴിയുക. ക്യുബക് നഗരത്തിൽ നിന്ന് 12 കിലോമീറ്റർ അകലെ സെന്റ് ലോറൻസ് നദിയുടെ അക്കരെയാണ് ഓർലിയൻസ് ദ്വീപ്. പാലം കടന്നാൽ ദ്വീപിലെത്താം. 34 കിലോമീറ്റർ നീളവും 8 കിലോമീറ്റർ വീതിയുമുള്ള ദ്വീപിൽ ആകെയുള്ളത് 6 ഗ്രാമങ്ങളാണ്. റോയൽ റോഡാണ് ഈ ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. ഒളിച്ചുകളിയൊന്നും നടക്കില്ല. എങ്ങനെ പോയാലും അവസാനം ഈ ഒരു റോഡിൽ തന്നെ എത്തിച്ചേരും. മാന്ത്രികരുടെയും പ്രേതങ്ങളുടെയും ഒരുപാട് കഥകളുണ്ട് ക്യുബക്കിനെയും ദ്വീപിനെയും ചുറ്റിപ്പറ്റി. പറക്കും തോണിയുടെ കഥയാണ് എനിക്കിഷ്ടം. പണ്ട് കാട്ടിലെ മരങ്ങൾ മുറിച്ച് അത് ഗതാഗത സൗകര്യങ്ങളും നിർമ്മാണശാലകളുമുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ മരപ്പണിക്കാർ അവരുടെ നാട് വിട്ട് ദൂരെ കാടുകളിൽ പണി കഴിയുന്നതുവരെ താമസിക്കും. കുറേ കാലം കഴിഞ്ഞേ പിന്നെ ഇവരൊക്കെ വീട്ടിൽ പോകൂ. ഇവരുടെ ഇടയിൽ പ്രചരിച്ചിരുന്ന കഥയാണ്. ഒരിക്കൽ നാട്ടിലേക്ക് പോകാൻ മോഹം തോന്നിയ കുറച്ച് പണിക്കാർ കാട്ടിലെ മാന്ത്രികനെ പോയി കണ്ടൂത്രേ. സഹായിക്കണമെങ്കിൽ പോയി വരുന്നതുവരെ അവരുടെ ആത്മാവ് ചെകുത്താന് അടിയറവ് വെക്കണമെന്ന ഒരേയൊരു വ്യവസ്ഥയിൽ മാന്ത്രികൻ സഹായിക്കാമെന്ന് ഏറ്റു. വ്യവസ്ഥ കേട്ടപ്പോൾ കുറെ പേർ പിന്മാറി. ബാക്കിയുള്ളവർ രാത്രി 12 മണിക്ക് മാന്ത്രികൻ പറഞ്ഞ നദിയുടെ കരയിലെത്തി. അവിടെ ഒരു തോണിയും തോണിക്കാരനും ഇവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. തോണിയിൽ കയറിയാൽ പിന്നെ ഒന്നും മിണ്ടാനോ കഴിക്കാനോ കുടിക്കാനോ പാടില്ലെന്നും വ്യവസ്ഥയിലുണ്ട്. അത് പറയാൻ ഞാൻ മറന്നതാ. എല്ലാവരും തോണിയിൽ കയറിയപ്പോൾ തോണിക്കാരൻ മന്ത്രം ചൊല്ലിയതും വെള്ളത്തിൽ നിന്ന് തോണി പൊങ്ങി ആകാശത്തിലൂടെ പറക്കാൻ തുടങ്ങി. നക്ഷത്രങ്ങളെയും മേഘങ്ങളെയും തൊട്ട് തോണി പറന്ന് പറന്ന് പണിക്കാരുടെ നാട്ടിലെത്താറായപ്പോൾ വീണ്ടും വെള്ളത്തിലൂടെയായി പോക്ക്. തോണിക്കാരൻ തോണി തുഴയുന്നൊന്നുമില്ല. നാട്ടിലെത്തിയ സന്തോഷത്തിൽ പണിക്കാർ തോണിയിൽ നിന്ന് ചാടി ഇറങ്ങി വീടുകളിലേക്ക് പോയി. നേരം പുലരുന്നതുവരെ വീട്ടിലെ ആളുകളെയും നോക്കിയിരുന്ന് ഒന്നും മിണ്ടാതെ എല്ലാവരും തോണിക്കാരൻ പറഞ്ഞ സമയത്ത് തന്നെ തിരിച്ചു വന്നൂത്രേ. എന്നാൽ ഒരാൾ മാത്രം വന്നില്ല. തിരിച്ചും തോണി പറന്നാണ് വന്നതെങ്കിലും
ഇവർ താമസിക്കുന്ന കാട്ടിലെത്തിയപ്പോൾ മാന്ത്രികൻ ആകാശത്തുനിന്ന് തോണി മറിച്ചു. ഒരാൾ വാക്കു തെറ്റിച്ചില്ലേ, അതാണ് മാന്ത്രികന് ദേഷ്യം വന്നത്. വലിയ മരങ്ങളുടെ ചില്ലകൾക്കിടയിൽ തട്ടിയും കുരുങ്ങിയും ആളുകൾ നിലത്തേക്ക് വീണു. പിറ്റേന്നു രാവിലെ മറ്റുള്ളവർ നോക്കുമ്പോൾ തോണിയാത്രയ്ക്ക് പോയവരെല്ലാം തണുപ്പിൽ ചോരയൊലിച്ചു കിടക്കുന്നു. ഇവർ പറഞ്ഞത് കേട്ട് മാന്ത്രികനെ അന്വേഷിച്ചു ചിലർ കാട്ടിലേക്ക് പോയെങ്കിലും അങ്ങനെ ഒരാളെ പിന്നീട് കണ്ടിട്ടില്ലാത്രേ. ക്യുബക്കിൽ നിന്ന് ദ്വീപിലേക്കും അല്ല, ദ്വീപിൽ നിന്ന് ക്യുബക്കിലേക്കുമായിരുന്നോ പറക്കുംതോണി പോയത് എന്ന് നിശ്ചയമില്ലാട്ടോ. രാത്രി മഴയുടെ നനവിലും കോടമഞ്ഞിലും മുങ്ങിക്കിടക്കുന്ന ഓർലിയൻസ് ദ്വീപിന് പേരുപോലെ തന്നെ ഒരു മാന്ത്രികതയുണ്ട്. എന്തൊരു നിശബ്ദതയാണെന്നോ അവിടെ. ക്യുബക്കിന്റെ ഫലോദ്യാനമാണ് ഈ തുരുത്ത്. സ്ട്രോബെറിയും ഉരുളക്കിഴങ്ങും ആപ്പിളും മുന്തിരിയും കാനോളയും സുലഭമായി വിളയുന്ന ഫാമുകളുണ്ട് ദ്വീപിൽ. ഫ്രഞ്ച് സംസ്കാരം കൈവെടിയാതെ ജീവിക്കുന്നവരാണ് ഇവിടെയുള്ളവർ. അതുകൊണ്ടാവും ദ്വീപിനെ ഫ്രഞ്ചിന്റെ തൊട്ടിൽ എന്നൊക്കെ കനേഡിയൻ കവികൾ എഴുതി വെച്ചത്. കല്ലും മരവും കൊണ്ട് പണിത കൊച്ചു കൊച്ചു വീടുകളാണ് ദ്വീപിൽ. ദ്വീപിൽ വലിയ വലിയ കെട്ടിടങ്ങളോ സൂപ്പർ മാർക്കറ്റുകളോ ഷോപ്പിംഗ് സെന്ററുകളോ ഒന്നുമില്ലാട്ടോ. വീടുകളിൽ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് ദ്വീപിൽ വരുന്നവർക്ക് കിട്ടുക. ഒരു കൊച്ചു കടയിലെ മുത്തശ്ശിയെ എനിക്കും ചക്കരയ്ക്കും വലിയ ഇഷ്ടായി. മുത്തശ്ശിയുടെ കടയിൽ കറക്കി വിളിക്കണ പഴയ കറുത്തൊരു ടെലിഫോൺ ഉണ്ടായിരുന്നു. അതിൽ വെറുതെ നമ്പർ കറക്കാൻ മുത്തശ്ശി ഞങ്ങളെ സമ്മതിച്ചുട്ടോ. പോരുമ്പോൾ ഞങ്ങൾക്ക് ആപ്പിൾ കൊണ്ടുണ്ടാക്കിയ അപ്പവും തന്നു. ആളുകൾക്ക് പലഹാരം ഉണ്ടാക്കിക്കൊടുത്ത് ജീവിക്കണമെന്ന് ആശിച്ച് നഗരത്തിൽ നിന്ന് ഈ ദ്വീപിലേക്ക് വന്ന ഒരു സ്ത്രീയെപ്പറ്റി ഉമ്മ എവിടെയോ വായിച്ചിരുന്നൂത്രേ. ചിലപ്പോൾ അവരായിരിക്കും ഈ മുത്തശ്ശി. എന്താന്നോ, വെണ്ണയിട്ട് മൊരിച്ച ആപ്പിൾ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സെന്റ് ലോറൻസ് നദിക്കരയുടെ ചതുപ്പിൽ കലപില കൂട്ടുന്ന പക്ഷികളുടെ ശബ്ദം മാത്രമേ നമ്മൾ കേൾക്കൂ. ദ്വീപിൽ ആർക്കും ഒരു തിരക്കുമില്ല. പ്രകൃതിയും മനുഷ്യരും ഒരുപോലെ ശാന്തരാണ് ദ്വീപിൽ. ചിലപ്പോൾ ആ മാന്ത്രികൻ ഇവിടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കുമോ?